ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെയേറെ പ്രയോജനപ്പെടുന്ന, അതായത് ടൗൺ ഭാഗങ്ങളിൽ താമസിക്കുന്ന, അതുപോലെ തിരക്കുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന എല്ലാവർക്കും വളരെയേറെ പ്രയോജനമുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ ചെടി മണ്ണില്ലാതെ ഒരു ചെടിയും നടാൻ പറ്റത്തില്ല. അപ്പം നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് മണ്ണ് ഉപയോഗിക്കാതെ വേറെയുള്ള കുറേ സാധനങ്ങൾ കൊണ്ട് നമ്മുടെ ചെടികളൊക്കെ നടാം. അപ്പം ഇതെങ്ങനെയാണ് ഇതുകൊണ്ട് നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കുന്നതെന്നാണ് ആദ്യമായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെയുള്ള റിയോ പ്ലാന്റ്, വണ്ടറിങ് ജിയോ തുടങ്ങിയ ഒരുപാട് ചെടികളുണ്ട് നമ്മൾ ഉപേക്ഷിച്ച് കളയുന്നത്. ആ ചെടികൾ ഉപയോഗിച്ച് നമുക്ക് ബോൾ രൂപത്തിലും അതുപോലെ കുറ്റി രൂപത്തിലും നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഹാങ്ങിങ് പ്ലാന്റ് അല്ലാതെ തന്നെ സാധാരണ രീതിയിൽ നമ്മൾ പോട്ടിൽ നിറച്ച് നടാം. അത് എങ്ങനെയൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ചെടി നടുന്നത് എങ്ങനെയാണെന്നും കാണിച്ചു തരാം. അപ്പം നമുക്കിന്ന് അതിലേക്ക് കടക്കാം. മിക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു തെർമോക്കോളാണ്. ഞാനിതിന് മുമ്പ് തെർമോക്കോൾ കൊണ്ട് ഒരു മിക്സ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ ഈ ഇലക്ട്രോണിക് സാധനമൊക്കെ പാക്ക് ചെയ്ത് വരുന്ന തെർമോക്കോൾ അതിൻ്റെ ചെറുതായി പീസാക്കിയിട്ടാണ് കാണിച്ചിരുന്നത്. എന്നാൽ ഇന്നതല്ല, ഇന്ന് നമ്മളിത് വിലയ്ക്ക് വാങ്ങിച്ച തെർമോക്കോളാണ്. ഇങ്ങനെയുള്ള തെർമോക്കോൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കുന്നതിന് നമ്മൾ എന്തേലും മിക്സ് ഉണ്ടാക്കണോ അതിൻ്റെ ഒരു 3/4 ഭാഗം ഇതുപോലെ തെർമോക്കോൾ എടുക്കുക. അതിലേക്ക് ബാക്കി 3/2 ഭാഗം നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ്, ആ കൂടെ കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പിൻ മണ്ണാക്കും ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം. ഇതങ്ങനെ യോജിപ്പിച്ച സാധനമാണ് നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മണ്ണ് കിട്ടുമെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ച് മണ്ണ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മണ്ണ് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതൊരു 100 ഗ്രാം തെർമോക്കോളിൽ കൂടുതലില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തെർമോക്കോൾ തീരെ വെയിറ്റ് കുറവാണ്, പറന്ന് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് വെള്ളം കൂടെ തളിച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതുപോലൊരു പോട്ടെടുത്തേക്ക് അതിലേക്ക് ചെടി നടാം. അത് നമുക്ക് റിയോ പ്ലാന്റ് നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ 2-3 പീസ് നട്ടാൽ മതി. ഇത് പെട്ടെന്ന് മുളച്ച് നല്ല ഭംഗിയായിട്ട് പോട്ട് നിറച്ചാവും. നല്ല ഭംഗിയുള്ള ചെടിയാണിത്. ഇതിന് മുകളിൽ കൂടെ കുറച്ച് ചാണകപ്പൊടി വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താൽ ഈ തെർമോക്കോൾ പറന്നു പോകാതിരിക്കും. ഇനി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് എവിടെയാണ് വെക്കുന്നത് അങ്ങോട്ട് മാറ്റി വെക്കുക. മറ്റൊരു ഭംഗിയുള്ള ചെടിയാണ് വണ്ടറിങ് ജിയോ. അത് ഹാങ്ങിങ് പ്ലാന്റൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ്. അത് നമുക്ക് എങ്ങനെ നടന്ന് നോക്കാം. ഇതേ രീതിയിൽ 5 ലിറ്റർ 4 ലിറ്റർ കൊള്ളുന്ന വെള്ളമൊക്കെ വരുന്ന ബോട്ടിൽ കിട്ടും. അത് ഇതേ രീതിയിൽ നമ്മൾ സുഷങ്ങൾ ഉണ്ടാക്കുക. സോൾഡറിങ് അയൺ ഉപയോഗിച്ചോ ചെറിയ കമ്പി ചൂടാക്കിയോ ഇതുപോലെ നമുക്ക് സുഷങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ഇതേ രീതിയിൽ പോട്ട് നടത്തിയിട്ട് ഇനി നമുക്ക് ചെടികൾ നടാം. ഇതിൻ്റെ മുകളിൽ വശത്ത് കൂടി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിന് എല്ലാ ദിവസമൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 1-2 ദിവസങ്ങളിൽ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ബോൾ പോലെ ഉണ്ടാക്കിയതിന് ശേഷം ഇതിലും നിറയെ ഇതുപോലെ ചെറിയ പീസുകൾ കുത്തി കൊടുക്കുക. അത് നമുക്ക് ഇതുപോലെ തൂക്കിയിടാവുന്നതാണ്. ഇതിനും വെള്ളം ഒഴിക്കുന്നത് എല്ലാ ദിവസവും ഒഴിക്കണമെന്നില്ല. 1-2 ദിവസങ്ങളിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അഗ്ലോണിമ ചെടി അതും ഇതേ രീതി നടാം. ഇങ്ങനെ പോട്ടി മിക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നാമത് ഇതിന് ഏറ്റവും ഭാരം കുറവായിരിക്കും. അതുപോലെ നമ്മൾ ചെടിയുടെ വേരൊക്കെ ഓടുന്നതിന് നല്ല വായുസഞ്ചാരം ലഭിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ചെടി വളർന്നു വരും. അതുപോലെ കൂടുതൽ തൈ ഉണ്ടാകാനും ഇങ്ങനെയുള്ള പോട്ടി മിക്സ് നല്ലതാണ്. ഹാങ്ങിങ് പ്ലാന്റ്സ് ഒന്നും വെയിറ്റ് കൂടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉദിക്കുന്നേ ഇല്ല. പിന്നെ ഇത് അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യരുത്. പറമ്പിലോ മണ്ണിലോ ഒന്നും വെറുതെ ഇട്ടാക്കരുത്. വീണ്ടും അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.